ഹായ് മക്കളെ, അവസാനമായി വെൽക്കം ടു എഡ്യൂപോൾ. അങ്ങനെ നമ്മുടെ SLC എക്സാം അവസാനത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ സോഷ്യൽ സയൻസ് ആണ് അവസാന പരീക്ഷ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 9ാമത് ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് 8 മാർക്കിന് ചോദ്യം ചോദിക്കുന്ന ചാപ്റ്ററാണ്. അതിൽ മാക്സിമം, അതായത് 8 മാർക്ക് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, അതിൽ ചോദിക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് മക്കളെ. അപ്പോൾ ആദ്യം പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ബേസിക് ഫാക്ടർ ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. വാട്ട് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് എന്ന ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വേഗം എഴുതി വെക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഒന്ന്, ജനങ്ങൾ, പോപ്പുലേഷൻ വരുന്നുണ്ട്, ഭൂപ്രദേശം, ടെറിട്ടറി, ഗവൺമെന്റ്, സോവറിനിറ്റി. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യും? ഈ 4 മാർക്കിനെ ഈ ചോദ്യം ചോദിക്കുകയുള്ളൂ. 4 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ ഒരു 4 കാര്യം അവിടെ എഴുതി വെക്കുക. അതുപോലെ നിങ്ങളുടെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയുന്ന രീതിയിൽ ഈ ഒരു ഓരോ കാര്യത്തിനെ പറ്റിയും ഒരു 2 ലൈൻ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ 4 മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് കിട്ടി. റെഡി? ഇനി അടുത്ത ചോദ്യം, പോപ്പുലേഷൻ. ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നു വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് സോവറിനിറ്റി. ഈ സോവറിനിറ്റി തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വളരെ 2 ടൈപ്പ് ഓഫ് സോവറിനിറ്റി ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ സോവറിനിറ്റി, വളരെ 2 ടൈപ്പ് ഓഫ് സോവറിനിറ്റി എന്ന ചോദ്യം സെപ്പറേറ്റ് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്താ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ നോക്കൂ, സ്റ്റേറ്റ് ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻ ഓൺ ദ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അഫയേഴ്സ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് എനി എക്സ്റ്റേണൽ കൺട്രോൾ. അതായത് ബാഹ്യ നിയന്ത്രണങ്ങളില്ലാതെ ആഭ്യന്തര വിഷയങ്ങൾ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, കഴിവ് അല്ലെങ്കിൽ അധികാരം ആർക്കുണ്ട്? ഓരോ രാഷ്ട്രത്തിനുണ്ട്. ആ രാഷ്ട്രത്തിന് ആ കഴിവിനെ വിളിക്കുന്നവരാണെന്ത്? നമ്മുടെ സ്വന്തം സോവറിനിറ്റി, പരമാധികാരം. 2 രീതിയിൽ പരമാധികാരം എന്നതാ, ഒന്ന് ഇന്റേണലും ഒന്ന് എക്സ്റ്റേണൽ. എന്താ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര പരമാധികാരം, രണ്ടാമത് ബാഹ്യ പരമാധികാരം. സിമ്പിൾ ആണ്. എന്താ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി തീരുമാനമെടുക്കാനുള്ള കഴിവ്. അല്ലെ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തീരുമാനം നമ്മുടെ രാജ്യത്തിൽ എടുക്കുക, അതാണ് ആഭ്യന്തരം. ഇന്റർനാഷണൽ അഫയേഴ്സ്, അതായത് അന്താരാഷ്ട്ര തലത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും 2 രാജ്യങ്ങൾ യുദ്ധം നടക്കുക. അപ്പോൾ ആ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ നിലപാട് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഞങ്ങൾ ഈ രാജ്യത്താണ് പിന്തുണയ്ക്കുന്നത്, ഒരിക്കലും ഈ രാജ്യം ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. ആ രീതിയിൽ നമ്മുടെ നിലപാട് അവിടെ പറയാൻ സാധിക്കണം. അതിനെ വിളിക്കുന്നവരാണ് പരമാധികാരം. അല്ലേ? അപ്പോൾ ആഭ്യന്തരം അതേപോലെ ബാഹ്യതലം രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. അടുത്തൊരു, വാട്ട് യു മീൻ ബൈ ദ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ്, റൈറ്റ് എനി എക്സാമ്പിൾ. അല്ലേ? അപ്പോൾ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ അതുപോലെ ഡിസ്ക്രിമിനേറ്ററി ഫംഗ്ഷൻ രണ്ടും എക്സാമിന് മാറി ചോദിക്കാറ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ഇത് എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ 4 8 പോയിന്റാണ്. ഇത് പഠിച്ച 4 മാർക്ക് ഉറപ്പാണ്. പിന്നെ എന്തിനാണ് നമ്മളിത് പഠിക്കാതിരിക്കുന്നത്? ഒന്നാമത് പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കണം. അതുപോലെ മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ്, നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സമാധാനം കാക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, എന്ത് ചെയ്യണം? അവകാശങ്ങൾ സംരക്ഷണം, അവകാശ സംരക്ഷണമുണ്ട്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ജസ്റ്റിസ്, എന്ത് ചെയ്യണം? നീതി നടപ്പിലാക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ കോടതി സംവിധാനത്തിലൂടെ നീതി നടപ്പിലാക്കണം. ഈ 4 കാര്യങ്ങളാണ് ഒരു രാജ്യത്തിന്, ഒരു സ്റ്റേറ്റ് ചെയ്തിരിക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങളെങ്കിൽ അതിന് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ, നിർബന്ധിത ചുമതലകൾ. ഇനി വിവേചനമായ ചുമതല നോക്കാം. ഒന്നാമത് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, ആരോഗ്യ പരിപാലനമുണ്ട്. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുക. ഇംപ്ലിമെന്റേഷൻ ഓഫ് വെൽഫെയർ പ്രോഗ്രാം, എന്നാണ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക. പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സൗകര്യം ഒരുക്കുക. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം ഇത് എന്തായാലും ചോദിക്കും. പിന്നെ എന്താ പഠിച്ചാൽ ഈ 4 മാർക്ക് അങ്ങ് സെറ്റ് ആയിരിക്കും. റെഡി? ഇനി എന്താണ്, ഇനി ഇതുണ്ട് നമ്മുടെ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്ര രൂപീകരണവുമായി ബന്ധ സിദ്ധാന്തങ്ങൾ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ബേസിക് ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സിമ്പിളാണ്, ഒന്നുമില്ല. ആദ്യം നോക്കൂ, ഡിവൈൻ തിയറി, ഡിവൈൻ റൈറ്റ് തിയറി എന്ന ദൈവിക സിദ്ധാന്തം. അല്ലെ, അപ്പോൾ രാഷ്ട്രങ്ങളുണ്ടെങ്കിൽ ദൈവമാണ്, ദൈവത്തിന്റെ രാജാവായിരിക്കും അവിടെ എന്ത് ദൈവതുല്യായി നിൽക്കുന്ന ആൾ. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഒരു കിങ്ഡം അല്ലെങ്കിൽ ഒരു രാജഭരണവുമായി ബന്ധപ്പെട്ടാണിത് ഈ ആദ്യത്തെ തിയറി. അല്ലേ? രണ്ടാമതാണ് എവല്യൂഷണറി തിയറി, പരിണാമ സിദ്ധാന്തം. അല്ലേ? സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഹിസ്റ്ററി, ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ എവല്യൂഷൻ. അല്ലേ? രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ട് രാഷ്ട്രം രൂപം കൊണ്ടു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സോഷ്യൽ കോൺട്രാക്ട് തിയറി, എന്താണ്? സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം. എന്താ ഉടമ്പടി എന്ന് പറഞ്ഞാൽ? കോൺട്രാക്ട്. അല്ല, ആരൊക്കെ നമ്മൾ അവിടെ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്? ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വരെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവനുണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രം നിലനിൽക്കുന്നതാണ് ആര് പറയുന്നത്? സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് തിയറി പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും ലാസ്റ്റ് ആണ് പവർ തിയറി, ശക്തി സിദ്ധാന്തം. എന്താ ശക്തി സിദ്ധാന്തം? ആ വാക്ക് തന്നെ ഉണ്ടല്ലേ, അതായത് നമ്മുടെ ബലഹീനരായ ആളുകളുടെ മേലെ ശക്തിയുള്ള ആളുകൾ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് രാഷ്ട്രം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ശക്തി സിദ്ധാന്തം, പവർ തിയറി. അല്ലെ? സ്റ്റേറ്റ് കെയിം ടു എക്സിസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പവർ ബൈ ദ സ്ട്രോങ് ഓവർ വീക്ക്. അല്ലെ? അത് നോട്ട് ചെയ്ത് വെക്കുക. റെഡി? ഇനി എന്തായാലും അവസാനമായി നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കുന്ന പൗരത്വമാണ്, സിറ്റിസൺഷിപ്പ്. അല്ലെ? 2 തരം സിറ്റിസൺഷിപ്പ് നമുക്കറിയാം. എന്താ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വത്തെ വിളിക്കുന്നവരാണ് പൗരത്വം. അല്ലെ? നോക്ക് നിങ്ങൾ, സോ സിറ്റിസൺഷിപ്പ് ഈസ് എ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നാഷൻ. ഒരു രാജ്യത്തെ നമുക്ക് കിട്ടുന്ന ആ രാജ്യത്തെ നമുക്കുള്ള എന്താണ് നമ്മുടെ മെമ്പർഷിപ്പിനെ വിളിക്കുന്നവരാണ് എന്താ ആ സിറ്റിസൺഷിപ്പ് എന്ന് വിളിക്കുന്നത്. 2 തരം സിറ്റിസൺഷിപ്പ് നോക്കുന്നത്. ഒന്ന് നാച്ചുറൽ ആണ്. അതെന്താ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സ്വാഭാവിക പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ബൈ ബർത്ത്, ജനനം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? സ്വാഭാവിക പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അക്വയർഡ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ആർജിത പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം മുന്നോട്ട് വെക്കുന്ന അതിന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന പൗരത്വം വിളിക്കുന്നവരാണ് എന്താ? അക്വയർഡ് സിറ്റിസൺഷിപ്പ് അഥവാ ആർജിത പൗരത്വം. റെഡി? ഇത്രയുമാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ഇതിൽ കൂടുതൽ ഒരു ചോദ്യം ഈ ചാപ്റ്ററിന് വരില്ല. 8 മാർക്ക് നിങ്ങളുടെ പേപ്പറിൽ കിടക്കും.
സോ മക്കളെ സോഷ്യൽ സയൻസ് നമ്മളെ പ്ലസ് ഉറപ്പിക്കുക തന്നെ ചെയ്യും. ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ലൈവിൽ 5 മണിക്കൂർ കൊണ്ട് നമ്മൾ മുഴുവൻ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും 7 ആകുമ്പോഴത്തേക്ക് എവിടെ എത്തുക, നമ്മുടെ ചാനലെത്തുക. ബാക്കി നമ്മൾ പഠിക്കും. നാളത്തെ പരീക്ഷ നമുക്കുള്ളത്. ബൈ.